നിലാവത്ത് മുന്നിലേക്ക് പാഞ്ഞു വന്ന രൂപത്തെ കണ്ട് മനു ബോധം കെട്ട് വീണു. അബോധാവസ്ഥയിൽ നിന്ന് ബോധാവസ്ഥയിലെത്തിയപ്പോൾ മുഖത്ത് ആരോ ടോർച്ചടിക്കുന്ന പോലെ തോന്നി. പിന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് മാനത്ത് ഉദിച്ചു നിന്ന ചന്ദ്രൻ്റെ വെളിച്ചമായിരുന്നുവെന്ന്. മനു പതിയെ എഴുന്നേറ്റ് പുഴക്കടവിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നു. അവൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ഒരു നിമിഷം ഞെട്ടിക്കൊണ്ട് അവൻ ആ സത്യം മനസ്സിലാക്കി. അതെ, അത് അവൾ തന്നെ, യക്ഷി. എന്തിനാ എനിക്ക് അവൾ കാവലിരിക്കുന്നത്? ആരാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത്? അങ്ങനെ അനേകം ചോദ്യങ്ങൾ ഒരു നിമിഷം കൊണ്ട് മനുവിൻ്റെ മനസ്സിൽ മിന്നിമാഞ്ഞു. ഇല്ലാത്ത ധൈര്യം സംഭരിച്ചു അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി. ഇടറിയ ശബ്ദത്തിൽ അവൻ ചോദിച്ചു, ആരാ? ആരാ? മറുപടി ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ പിന്നെയും ചോദിച്ചു. ചോദിച്ചത് കേട്ടില്ലേ? ആരാന്ന്? ഞാനോ? ഞാനൊരു പെണ്ണ്. ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു അവൻ നിന്നു. കാരണം പൂർവികർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അലറുന്ന ശബ്ദവുമായി കൊല്ലാൻ നിൽക്കുന്നവർ ആണ് യക്ഷിയെന്ന്. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ. നല്ല മൃദുവായ ശബ്ദം, ആരെയും കൊതിപ്പിക്കുന്ന രൂപം. കാണുമ്പോൾ തന്നെ കൂട്ടുകൂടാൻ കൊതിയാകുന്നു. അവനൊരു ആത്മകഥാഗതം പറഞ്ഞു. ആത്മകഥത്തിനുള്ള മറുപടി എന്നോണം, കൊതിയാവുന്നെങ്കിൽ വന്നു കൂട്ടുകൂടിക്കോളൂ എന്നവൾ പറയുകയും ചെയ്തു. ഈശ്വര, എൻ്റെ ആത്മകഥം ഉച്ചത്തിലായിപ്പോയോ? നീ യക്ഷിയല്ലേ? എന്നെ കൊല്ലാനല്ലേ ഈ മായാരൂപം? മനു ചോദിച്ചു. കൊല്ലാനോ? ഞാനോ? ഞാൻ ആരെയും കൊല്ലുന്നത് മനു കണ്ടിട്ടുണ്ടോ? എൻ്റെ പേരെങ്ങനെ അറിയാം? അതൊക്കെ അറിയാന്നേ. മനു ഇവിടെ വന്നിരിക്കും. നമുക്ക് എന്തേലും കാര്യമൊക്കെ പറഞ്ഞിരിക്കാം. ഓ വേണ്ട, കാര്യം പറഞ്ഞ് എന്നെ അങ്ങ് കൊല്ലാനല്ലേ? പെണ്ണിൻ്റെ ഭാവം അങ്ങ് മാറി. ഡോ ചെക്ക, മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുവേ. ഭാവമാറ്റം കണ്ടു നിന്ന മനു ഉച്ചത്തിൽ അലറിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, ഞാൻ ഇനിയൊന്നും പറയില്ലേ. ആ നല്ല കുട്ടി, ഇവിടെ വന്ന് ഇരിക്ക്, അവൾ അവനോട് പറഞ്ഞു. നല്ല അനുസരണയുള്ള പാവം കുട്ടിയെപ്പോലെ അവളുടെ അടുത്ത് അവൻ വന്നിരുന്നു. വിദൂരതയിലേക്ക് അവൾ അങ്ങനെ നോക്കി ചെറിയൊരു ചിരിയോട് കൂടിയിരുന്നു. മനു മുഖത്തേക്കും അങ്ങ് ദൂരേക്കും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ ഇത്ര നോക്കാൻ? അവൾ പല്ലുകൾ കാണിച്ചുകൊണ്ട് അസ്സലൊരു ചിരി പാസാക്കി. അയ്യോ ദേ പ്രേതപ്പല്ലു, എൻ്റെ ചോര കുടിക്കാൻ പോകുവാണോ? ഒന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. മനു ഇതുവരെ ഇങ്ങനത്തെ പല്ല് കണ്ടിട്ടില്ലേ? യക്ഷികൾക്കല്ലാതെ മറ്റാർക്കും ഇല്ല. ആ എന്നാ ശരി, ഒരു നാൾ നീ അത് മനസ്സിലാക്കും. എന്തായാലും ഇപ്പോൾ പേടിക്കണ്ട. അവിടെയും ഇവിടെയും തൊടാതെ അവൾ പറഞ്ഞു നിർത്തി. ശരിക്കും ഇയാൾ യക്ഷിയല്ലേ? ആണല്ലോ എന്നവൾ മറുപടിയും നൽകി. അയ്യോ, എന്നിട്ട് എന്താ ഈ പറക്കാത്ത? യക്ഷികൾ പറക്കുമെന്ന് ആരാ പറഞ്ഞേ? ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ടല്ലോ എന്ന് മനു മറുപടിയും കൊടുത്തു. ഞങ്ങളെന്താ സൂപ്പർമാനോ സ്പൈഡർമാനോ വല്ലതും ആണോ? എടാ മനുക്കുട്ട, ശരിക്കും ഞങ്ങൾക്ക് പറക്കാനുള്ള കഴിവൊന്നുമില്ല. ഞങ്ങളും നടന്നാ പോകുന്നേ. ദേ ഇത് കണ്ടോ, ഞങ്ങൾക്കും കാലുണ്ട്. ഇത് പറഞ്ഞ് അവൾ പാവാട അല്പം ഉയർത്തി പാദങ്ങൾ കാണിച്ചു കൊടുത്തു. നിലാവെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു വെള്ളിപ്പാദസരം ഉണ്ടായിരുന്നു അവൾക്ക്. അതും പറഞ്ഞ് എല്ലാ പല്ലും കാണത്തക്ക രീതിയിൽ ഒന്ന് ചിരിച്ചു. ദേ നോക്കിക്കേ, എനിക്ക് പ്രേതപ്പല്ല് ഉണ്ടോന്ന്? ഇല്ലല്ലോ. ഇനിയെങ്കിലും ഒന്ന് പേടിക്കാതെ ഇരിക്കെ. എനിക്ക് ഒന്ന് കൂട്ടുകൂടാൻ ആരുമില്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഈ നാട്ടിലെ എല്ലാവരും സന്ധ്യയാൽ പിന്നെ പുറത്തിറങ്ങില്ല. നിങ്ങൾക്ക് കൂട്ടുകൂടാൻ അവിടെ അങ്ങ് പരലോകത്ത് പ്രേതങ്ങളൊന്നുമില്ലേ? മനു ഒന്ന് ചോദിച്ചു. ചോദ്യം കേട്ടപ്പോൾ ഒരു മുഴുത്ത തമാശ കേട്ടതുപോലെ ഒന്ന് ആർത്ത് ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. അവളുടെ ചിരി കണ്ടപ്പോൾ അവനൊന്നും അറിയാതെ ചിരിക്കാൻ തുടങ്ങി. അവൾ അവനോട് വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അവൻ്റെ വാതോരാതെയുള്ള സംസാരം കേട്ട് അവൾ അങ്ങനെ ലയിച്ചിരുന്നു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. രാത്രിയുടെ 3-ാം യാമത്തിൽ കുറുക്കന്മാർ ഊരിയിടാൻ തുടങ്ങിയപ്പോൾ അവളിൽ എന്തോ അസാധാരണ കണ്ടു. എന്തു പറ്റി?
അവളുടെ മുഖത്തെ ആ പ്രസരിപ്പ് അങ്ങ് മാഞ്ഞു. മനുവിൻ്റെ നെറ്റിയിൽ കൈവച്ച് അവളൊന്നും മന്ദഹസിച്ചു. ഒരു ദീർഘനിദ്രയിലെന്ന പോലെ അവൾ അവനെ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടുപോയി.